ഇറാനിലെ ഇന്റർനെറ്റ് നിയന്ത്രണങ്ങൾ മറികടക്കാൻ പ്രതിഷേധക്കാർ ഉപയോഗിച്ചിരുന്ന സ്റ്റാർലിങ്ക് ഉപഗ്രഹ ഇന്റർനെറ്റ് സംവിധാനം ഇറാൻ ഭരണകൂടം തകർത്തതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. റഷ്യയുടെയും ചൈനയുടെയും സഹായത്തോടെയാണ് ഇറാൻ സ്റ്റാർലിങ്ക് തകർത്തതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇതോടെ ഏകദേശം 40,000 സ്റ്റാർലിങ്ക് ടെർമിനലുകളാണ് പ്രവർത്തനരഹിതമായത്. സ്റ്റാർലിങ്ക് ഡിഷുകൾ കൈവശം വയ്ക്കുന്നവരെ വധശിക്ഷയ്ക്ക് വിധിക്കുവാൻ ഭരണകൂടം ഉത്തരവിട്ടതായും റിപ്പോർട്ടുകളുണ്ട്. ഇറാനിലെ ഭരണവിരുദ്ധ പ്രതിഷേധം ഭരണകൂടം അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോഴും ശക്തമാവുകയാണ്. അതിനിടെ ഇന്റർനെറ്റ് നിയന്ത്രണങ്ങൾ മറികടക്കാൻ പ്രതിഷേധക്കാർ ഉപയോഗിച്ചിരുന്ന സ്റ്റാർലിങ്ക് ഉപഗ്രഹ ഇന്റർനെറ്റ് സംവിധാനം ഇറാൻ തകർത്തതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. റഷ്യയുടെയും ചൈനയുടെയും സഹായത്തോടെയാണ് ഇറാൻ സ്റ്റാർലിങ്ക് തകർത്തതെന്നാണ് കരുതുന്നത്. റഷ്യയുടെ മർമാൻസ്ക് BN ക്രാസുഗ 4 എന്നീ ജാമിംഗ് സംവിധാനങ്ങളാണ് ഇതിനായി ഉപയോഗിച്ചതെന്നും റിപ്പോർട്ടുണ്ട്. ഇറാനിൽ ഏകദേശം 40,000 സ്റ്റാർലിങ്ക് ടെർമിനലുകൾ പ്രവർത്തനരഹിതമായിരിക്കുകയാണ്. സ്റ്റാർലിങ്ക് ഡിഷുകൾ കൈവശം വയ്ക്കുന്നവരെ വധശിക്ഷയ്ക്ക് വിധിക്കുവാൻ ഭരണകൂടം ഉത്തരവിട്ടതായും റിപ്പോർട്ടുകളുണ്ട്. ഇറാനിൽ ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തിയതോടെയാണ് പ്രതിഷേധക്കാർ പ്രതിഷേധത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും പുറംലോകത്തേക്ക് അയക്കാനായി സ്റ്റാർലിങ്കിലേക്ക് മാറിയത്. ഇറാനിൽ ഇന്റർനെറ്റ് സേവനം പുനഃസ്ഥാപിക്കുന്നതിനെക്കുറിച്ച് ഇലോൺ മസ്കുമായി സംസാരിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് അവിടെ സ്റ്റാർലിങ്ക് സേവനത്തിൽ തടസ്സം നേരിട്ടത്. ഏകദേശം 80 ദശലക്ഷം ഇറാനികളാണ് ഡിജിറ്റൽ ഇരുട്ടിലായത്. 2022 ഹിജാബ് വിരുദ്ധ പ്രതിഷേധം നടക്കുമ്പോഴും ഇറാനിൽ ഇന്റർനെറ്റ് നിരോധിച്ചിരുന്നു. അപ്പോൾ മുതലാണ് പലരും സ്റ്റാർലിങ്കിനെ ആശ്രയിച്ചു തുടങ്ങിയത്. ഇപ്പോൾ ഇറാനിൽ ഏകദേശം 40,000 മുതൽ 50,000 ആളുകൾ വരെ സ്റ്റാർലിങ്ക് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ജൂലൈയിൽ ഇറാൻ ഇസ്രായേൽ യുദ്ധകാലത്ത് 12 ദിവസത്തെ ഇന്റർനെറ്റ് നിരോധന സമയത്ത് പോലും ഉപഭോക്താക്കൾ സാറ്റലൈറ്റ് സർവീസുകൾ വഴി സെൻസർ ചെയ്യാത്ത ഇന്റർനെറ്റ് ആക്സസ് ചെയ്തതായും ഇറാൻ വയർ റിപ്പോർട്ട് ചെയ്യുന്നു. തുടർന്ന് സ്റ്റാർലിങ്കിനെയും മറ്റ് അനധികൃത സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനങ്ങളുടെയും ഉപയോഗം നിരോധിക്കുന്ന ഒരു ചാരവൃത്തി വിരുദ്ധ നിയമം അവതരിപ്പിച്ചുകൊണ്ട് ഇറാൻ നിയന്ത്രണം കർശനമാക്കാൻ നീങ്ങി. നിയമം അനുസരിച്ച് വ്യക്തിപരമായ ഉപയോഗത്തിന് 6 മാസം മുതൽ 2 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാം. ചാരവൃത്തിയുമായി ബന്ധപ്പെടുത്താവുന്ന സ്റ്റാർലിങ്ക് ഉപയോഗം വധശിക്ഷ വരെ ലഭിക്കാവുന്നതാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.